ചിക്കൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സുത്തം നടക്കുന്നത് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങള്ളൂരാണ്. മലയോരം നാട് ടി വിക്ക് വേണ്ടി ഞാനിപ്പോഴുള്ളത് തോന്നയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇവിടെ അനിൽ ഗോപിനാഥ് എന്ന സംവിധായകൻ്റെ തോട്ട എന്ന സിനിമയുടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ വാർത്തകൾ കല്യാണത്തിൽ പൂജാ ചടങ്ങുകളുടെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി ക്യാമറ സിസ്റ്റോളും ക്ലാപ്പുമാണ്. അതിന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരാമെന്ന് മാക്സിമം നമുക്ക് ശ്രമിക്കാം. വരുമെന്ന് നോക്കാം. അറിയാമെങ്കിലും അത് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ അനിൽ ഗോപിനാഥ് ഈ സിനിമയെക്കുറിച്ച് സാഹചര്യത്തിൽ പ്രിയ സിനിമാ താരങ്ങളെ, സിനിമാസ്വാദകരെ, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ സിനിമയുടെ ഈ പൂജയ്ക്ക് ഇത്രയും ഉൾപ്രദേശമായിട്ട് പോലും ഇത്രയും ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ എത്തിയതെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെയും ഇത്രയും ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാർ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മീഡിയയിൽ കൂടി വന്ന നമ്മുടെ പോസ്റ്ററൊക്കെ കണ്ട് നമ്മളെ തിരിച്ചു പിടിക്കുകയും അവരെ നമ്മൾ ക്ഷണിക്കുകയൊക്കെ ചെയ്തു. ഇത്രയും ആൾക്കാർ ഈ ഏരിയയിൽ എത്തിയെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. ഈ വന്ന ആദ്യത്തെ എല്ലാവർക്കും എൻ്റെ ആദ്യത്തെ എല്ലാ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വലിയൊരു പൂജയൊക്കെ നടത്തുകയാണെങ്കിൽ സിറ്റിയിലൊക്കെ വെച്ച് നടത്തുകയാണ് ചെയ്യാറ്. പക്ഷേ ഇത് നമ്മൾ ആരും അറിയാതെ രഹസ്യമായിട്ട് നടത്താനുള്ള പരിപാടി ഇത്രയും വൻ വിജയമാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് കൂടുതലും പുതുമുഖങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ഇതിലുള്ള ഒരു 80% ആൾക്കാർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നവരാണ്, ഉറപ്പായിട്ടും അഭിനയിക്കും. അപ്പോൾ അങ്ങനെ പുതുമുഖങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. കോട്ടയം എന്നാണ് പടത്തിൻ്റെ പേര്, എല്ലാവർക്കും അറിയാം. ഇതൊരു വളരെ ഉൾ ഏരിയയിൽ നടക്കുന്നൊരു പശ്ചാത്തലത്തിലുള്ള കഥയാണ്. ഇത് സഹകരിച്ച ആൾക്കാർ, എന്നോടൊപ്പം സഹകരിക്കുന്ന ഒരു നിരവധി അംഗങ്ങളുണ്ട്. ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, പിന്നെ തമിഴ്, ഇത് മലയാളവും തമിഴും ഭാഷയുമാണ്. അറ്റ് എ ടൈം 2 ഭാഷയും ചെയ്യുന്നൊരു സിനിമയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഡബിങ് എല്ലാം റീമേക്കാണ്. അറ്റ് എ ടൈം 2 ഭാഷ ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, തമിഴ് സ്ക്രിപ്റ്റ് റൈറ്റർ, പിന്നെ മ്യൂസിക് ഡയറക്ടർ,
നിരവധി എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ശ്രീ ജയകുമാർ വട്ടിയൂർക്കാവ്, ആക്കുളം വിജയൻ, പിന്നെ റോബിൻസൺ, സുധീർ കരമന, പിന്നെ സിറേഖ് ആലഞ്ചേരി, അങ്ങനെ നിരവധി പേരുണ്ട്. പിന്നെ മനുവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മനുവിനെ കണ്ടില്ല ഞാൻ. മനു ഉണ്ട് അല്ല ഓക്കെ. അപ്പം അങ്ങനെ നിരവധി പേർ ഈ സിനിമയിൽ നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. നല്ല കാര്യമായി എല്ലാവർക്കും കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നതിന് സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ഒരു സഹകരണം എൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ, ചെറിയ സിനിമയായിട്ടായിരിക്കും ഇറങ്ങണം, വളരെ കുറച്ച് സിനിമയായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത്. എങ്കിലും ആ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, കണ്ട് ആ സിനിമ പ്രോത്സാഹിപ്പിക്കണം. അടുത്തതായി ഈ ഇതിൻ്റെ ഇതിൻ്റെ ശിക്ഷോൺ കർമ്മമാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ ശിക്ഷോൺ കർമ്മമാണ്. ശിക്ഷോൺ കർമ്മം നിർവഹിക്കാനായി നമ്മുടെ ബഹുമാനായ തുളസിദാസ് സാറിനെ ആദരവോടെ ദീപം കൊടുക്കാൻ കുമാറിനെ അടുത്ത ദീപം കൊടുക്കാനായി ശ്രീ ബിജു സോപാനം കഥാപാത്രത്തെ ചെയ്യുന്നു. ബിജു സോപാനത്തെ അത് അടുത്തതായി ഞങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ ശ്രീ ജയകുമാർ, അടുത്തതായി ശ്രീ വിജയൻ, ശ്രീ റോബിൻസണും സുധീർ കുഞ്ഞപ്പനെയും ചേർന്ന് ഒരു തിരി. ക്യാമറ ഒന്ന് മാറി കൊടുക്കാൻ ബാക്കിൽ. അവസാനത്തെ തിരി കൊടുക്കുവാനായി നമ്മുടെ പ്രിയപ്പെട്ട ഈ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ അനിൽ ഗോപിനാഥിനെ ആദരവ്. ഒരുപാട് പേരുണ്ട് നമ്മുടെ അതിഥികൾ. എല്ലാവർക്കും നമസ്കാരം. സ്ഥലം ഒന്ന് കൊടുത്തു. എല്ലാവർക്കും നമസ്കാരം. അല്ലാട്ടായിട്ട് കുറേ വർഷത്തെ ബന്ധങ്ങളാണ്. ആദ്യമായിട്ടാണ് സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു നല്ല 4 പാട്ടുകളുണ്ട്. പൊതുവെ ഇപ്പോൾ സിനിമകളിൽ പാട്ട് ചെയ്യാൻ അവസരം കിട്ടാറില്ല, പാട്ടൊന്നും ഉണ്ടാറില്ല. ഇപ്പോൾ 4 പാട്ടുണ്ട്, തമിഴ് ഉൾപ്പെടെ. എല്ലാവരും പാട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പാട്ട് കേട്ട അഭിപ്രായങ്ങൾ അറിയിക്കും. താങ്ക് യു. ആ ഭാഗം കൈകാര്യം ചെയ്യുന്നതാണ് ബൈജു ആരാധനയെ. ഒരുപാട്
ബിജു സോമാനം ഒഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പുതുമുഖങ്ങൾ തന്നെയാണ്. എൻ്റെ മോൻ സഹിതം പുതുമുഖമാണ്. എല്ലാവരും നിങ്ങൾ കൈയടിച്ച് സ്വീകരിച്ച് അവരെയൊക്കെ പ്രാർത്ഥിച്ച് ഈ സിനിമ വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സിനിമയ്ക്കും ഇതിൻ്റെ സംഘാടകർക്കും എൻ്റെ എളിയ ആശംസകൾ നേരുന്നു. നന്ദി. അടുത്തായി നമ്മുടെ മുഖ്യ കഥാപാത്രം ചെയ്ത ബിജു സോമാനം. എല്ലാവർക്കും നമസ്കാരം. വേറൊന്നും പറയില്ല, എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കഥയിൽ ഏറ്റവും നമ്മളെക്കാളും ഈ കഥയെക്കുറിച്ച് ഈ കഥ നന്നായി ആസ്വദിച്ചൊരു നടനാണ് അദ്ദേഹം. സത്യം പറയാൻ വേറെ ഒന്നും നോക്കാതെ കഥയുടെ കാമ്പ് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഈ സിനിമ ചെയ്യുന്നത്. അതിനാണ് എനിക്ക് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം. സാമ്പത്തികമോ അങ്ങനെയുള്ളൊന്നും അതിനപ്പുറം അദ്ദേഹത്തിന് ആ കഥ മനസ്സിലാക്കി അഭിനയിക്കുന്ന ആളാണ്. പിന്നെ ബിജു സോമാനത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. വീടുകളിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. ഇനി തിയേറ്ററുകളുടെയും സൂപ്പർ സ്റ്റാറായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് നമ്മുടെ കുട്ടിക്കാലം അഭിനയിക്കുന്ന പയ്യൻ. ബിജു സോമാനത്തിൻ്റെ കുട്ടിക്കാലം അഭിനയിക്കുന്ന പയ്യനാണ്. എൻ്റെ പേര് ബദ്രീനാഥ്. അച്ഛൻ്റെ പേരാണ്. പക്ഷേ മഹാദേവനെ ഒന്ന് കണ്ടു തൊഴാം. കൂടാതെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവിടെ വന്ന് ഒരുപാട് പേരെ കണ്ടിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാവാം അനിലും ടീമും നസീർക്കയൊക്കെ നമ്മളെ ക്ഷണിച്ചു. അത് തന്നെ ഒരു മഹത്തരമാണ്. അനിലും ഞാൻ തമ്മിലുള്ള ബന്ധം ഒരെണ്ണം പറയാതിരിക്കാൻ വയ്യ. ഞാൻ രണ്ടാമത്തെ പടം TS സുരേഷ് ബാബു ചേട്ടൻ്റെ മാന്യന്മാർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പടം ചെയ്തത് മന്ത്രികുമാർ എന്ന് പറയുന്ന തുളസിദാസ് സാറിൻ്റെ പടമാണ്. ഏകദേശം 30 വർഷത്തെ സിനിമാ ജീവിത എക്സ്പീരിയൻസ് ഉണ്ട്. കണ്ടിട്ടുള്ളതിൽ 80% പഴയത് അഹങ്കാരികളുടെ ലോകമാണ്. ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചിരുന്നവരെല്ലാം ദൈവം തകർത്ത് തരിപ്പണമാക്കി. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, അന്ന് തുളസിദാസ് സാറിൻ്റെ ചിറകിൻ്റെ അടിയിൽ അന്ന് മുതൽ ഞാൻ കണ്ടുവന്ന എളിമയും വിനയവുമുള്ള ഒരു വ്യക്തിത്വമാണ് അനിൽ ഗോപിനാഥ് എന്ന് പറയുന്ന ഇതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം വളർന്നുയർന്ന് വളരെ വലിയ നിലയിലെത്തേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ നന്മയുള്ളവർക്ക് അല്പം സാവധാനത്തിലെ കാര്യങ്ങൾ വരും. പക്ഷെ വരുന്നത് സ്റ്റേബിളായിരിക്കും. അവിടെ നിന്ന് വളർച്ചയും ഉയർച്ചയും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാത്തിലും പോകണം. കഴിഞ്ഞിപ്പോൾ ഞാൻ ചെയ്ത പടം അഞ്ചരക്കണ്ടി പോലീസ് സ്റ്റേഷൻ വൈകിട്ട് 5 മണിക്ക് വിളിക്കാതെ പോയതാണ്. പക്ഷേ അതിൽ ത്രൂ ഔട്ട് ഒരു തള്ളു വില്ലൻ ക്യാരക്ടർ എനിക്ക് കിട്ടി. അപ്പോൾ നമ്മളൊരു കൂട്ടായ്മയോട് കൂടിയാണ് പടം വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് വന്നവർക്ക് എല്ലാവർക്കും ഞാൻ വിജയാശംസകൾ നേരുന്നു. അതിനേക്കാൾ എല്ലാം ഉപരി അനിൽ ഗോപിനാഥും അതുപോലെ തന്നെ ഇവിടെ വന്നാണ് ഞാൻ നസീർക്കെ പരിചയപ്പെടുന്നത്. നല്ല എളിമയും വിനയവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. സിനിമ ഒരു കൂട്ടായ്മയാണ്. വലിയ ബഡ്ജറ്റൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല. വാഴ പോലെ പുതുമയുള്ള അല്ലെങ്കിൽ ന്യൂജനെ വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. 50 ലക്ഷം മുടക്കി 5 കോടിയും 50 കോടിയും ഉണ്ടാക്കാൻ മാസ്റ്റർ പാർക്ക് പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് വരും സമയങ്ങളിൽ കോട്ട എന്ന് പറയുന്ന ഈ സിനിമ തീർച്ചയായിട്ടും അനിൽ ഗോപിനാഥിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലൂടെ ക്യാമറയുണ്ടായിരുന്നു, DOP ക്യാമറമാനും കൂടെയാണ്. അന്ന് ഞാൻ ആ ക്യാമറയിലാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും മൾട്ടിപ്പിൾ ടാലൻ്റുള്ള വ്യക്തി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ടോപ്പാവേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കുന്നവൻ എടുക്കപ്പെടും എന്നാണ് ബൈബിളിലെ വചനം. അദ്ദേഹത്തിൻ്റെ സമയങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി വരും സമയങ്ങളിൽ അനിൽ ഗോപിനാഥും ടീമിൻ്റെയുമായിട്ടുള്ള സിനിമകളുടെ ഘോഷയാത്രയായിരിക്കും. ഇതൊരു തുടക്കമായ വൻ വിജയമായി മാറട്ടെ എന്ന് മഹാദേവൻ്റെ നാമത്തിൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. ഇവിടെ പുറത്ത് സലീമുണ്ട്, ഷാക്കിറുണ്ട്. ഇവരൊക്കെ നമ്മുടെ ആർട്ടിസ്റ്റുകളാണ്. ഇവരെല്ലാം ഫെമിലിയറായിട്ടുള്ള ആൾക്കാർ, നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരെയും നമുക്ക് ഉൾപ്പെടുത്തി സംസാരിപ്പിച്ച് മുന്നോട്ട് പോകാൻ നേരത്തെ പറഞ്ഞ കങ്കണയുണ്ട്, ഗിരിജയുണ്ട്, പ്രിയങ്കയുണ്ട്. എല്ലാം എനിക്ക്